ജീവൻ മുക്തി വിവേകം മനോനാശപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ബൃഹദാരണ്യകത്തിൽ അന്തര്യാമി ബ്രാഹ്മണത്തിലെ സൂത്രാത്മാവിനെ വിവരിക്കുമ്പോഴും ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലയോ ഗൗതമ, വായുവാണ് ഇവയെ കോർത്തിണക്കുന്ന സൂത്രം. ഈ ലോകവും പരലോകവും സകല ജീവജാലങ്ങളും വായുവിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദേഹ അവയവങ്ങളിൽ നിന്നും ഈ പ്രാണൻ ഇറങ്ങിപ്പോകുമ്പോൾ മനുഷ്യനെ പ്രേതമെന്ന് വിളിക്കുന്നത്. വായുവാകുന്ന നൂലിൽ കോർക്കപ്പെട്ടതാണ് എല്ലാം. അങ്ങനെ പ്രാണമനസ്സുകൾ സദാ ഒരുമിച്ചു കഴിയുന്നതുകൊണ്ട് പ്രാണനെ നിരോധിച്ചാൽ തുടർന്ന് മനസ്സും നിരുദ്ധമായി കൊള്ളും. ഇവിടെ ഒരു സംശയം വരാം. പ്രാണനും മനസ്സും ഒരുമിച്ചു സ്പന്ദിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഗാഠനിദ്രയിൽ പ്രാണൻ സ്പന്ദിക്കുന്നതായി കാണുന്നില്ല. ഈ സംശയം ശരിയല്ല. ഗാഠനിദ്രയിൽ ലയിച്ചുപോയ മനസ്സ് കാണാനില്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നുകയാണ്. ഇനിയും പ്രാണൻ തളരുമ്പോൾ മൂക്കിൽ കൂടി ഉച്ഛ്വസിക്കണമെന്ന് ശ്വേതാശ്വതര മന്ത്രത്തിൽ പറഞ്ഞല്ലോ. അതെങ്ങനെ ശരിപ്പെടും? പ്രാണൻ തളർന്നാൽ മരണമല്ലേ ഫലം? മരിച്ചയാളിൽ ശ്വാസം കാണുകയില്ലല്ലോ. ശ്വാസോച്ഛ്വാസം ചെയ്ത് ജീവിക്കുന്നവനിൽ പ്രാണൻ തളർന്നു എന്ന് കരുതാനും വയ്യല്ലോ. ഈ സംശയം ശരിയല്ല. ഇവിടെ തളർച്ചയെന്നു പറഞ്ഞാൽ പ്രാണൻ്റെ മന്ദീഭാവമെന്നേ അർത്ഥമുള്ളൂ. കുഴി കുഴിക്കുകയോ വിറകു വെട്ടുകയോ പർവ്വതത്തിൽ കയറുകയോ വേഗം ഓടുകയോ ചെയ്യുന്നവരിൽ ശ്വാസത്തിന് ഗതിവേഗം കൂടുന്നത് കണ്ടിട്ടില്ലേ? അത്രയും വേഗം ഒരിടത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നവരിൽ കാണുന്നില്ല. അതുപോലെ പ്രാണായാമ പടുവിന് മറ്റാരേക്കാളും ശ്വാസം മന്ദഗതിയിലും അത്യല്പമായും ഭവിക്കും. പ്രാണായാമ വേളയിൽ ഇങ്ങനെ പ്രാണൻ അത്യല്പമായും മന്ദഗതിയായും ഭവിക്കുമ്പോൾ സാവധാനം നാസിക വഴി ഉച്ഛ്വസിക്കേണ്ടതാണ്. വിരണ്ട കുതിരകൾ രഥത്തെ വഴിതെറ്റി വല്ലയിടത്തേക്കും കൊണ്ടുപോകുന്നു. അപ്പോൾ സാരഥി കടിഞ്ഞാൺ ബലമായി പിടിച്ച് മുറുക്കി കുതിരയെ വേണ്ട വഴിക്ക് നയിക്കുന്നു. അതുപോലെ ഇന്ദ്രിയങ്ങളാലും വാസനകളാലും അങ്ങുമിങ്ങും നയിക്കപ്പെടുന്ന ചിത്തം പ്രാണനാകുന്ന കടിഞ്ഞാൺ ബലമായി മുറുക്കി പിടിച്ചു നിർത്തുമെങ്കിൽ നിൽക്കേണ്ടിടത്തു തന്നെ നിൽക്കും. പ്രാണായാമ പ്രകാരം പ്രാണായാമ അഭ്യാസം കൊണ്ട് പ്രാണധാരണം സാധിച്ചാൽ മനസ്സിനെ നിരോധിക്കാൻ കഴിയുമെന്ന് കണ്ടുവല്ലോ. എങ്കിൽ എങ്ങനെയാണ് പ്രാണായാമം അഭ്യസിക്കുക? അമൃതനാദോപനിഷത്ത് പ്രാണായാമത്തെ ഇങ്ങനെ വിവരിക്കുന്നു. പ്രാണനെ സമദീർഘമാക്കിക്കൊണ്ട് പ്രണവം, വ്യാഹൃതി, ശിരസ് എന്നിവയുൾപ്പെടെയുള്ള ഗായത്രി മന്ത്രം 3 ജപിക്കുക. ഇതുതന്നെയാണ് പ്രാണായാമം. പ്രാണായാമം രേചകം, പൂരകം, കുംഭകം എന്ന് 3 വിധമുണ്ട്. ശരീരത്തിലുള്ള വായുവിനെ ഉയർത്തി മൂക്കുവഴി സാവധാനം അല്പം പോലും ബാക്കിയില്ലാതെ പുറത്തേക്ക് സമമായും ക്രമമായും അല്പനേരം കൊണ്ട് ഉച്ഛ്വസിക്കണം. അങ്ങനെ ദേഹാന്തർഭാഗത്തുള്ള ആകാശത്തെ വായുരഹിതമാക്കി ശൂന്യമാക്കി തീർക്കണം. എന്നിട്ട് അല്പം പോലും വായു അകത്തു കടക്കാൻ അനുവദിക്കാതെ ആ ശൂന്യഭാവം കഴിയുന്നത്ര സമയം നിലനിർത്തണം. ഇതാണ് രേചകം. തുടർന്ന് ഒരു താമരത്തണ്ടിൽ കൂടി എങ്ങനെ വെള്ളം വായിലേക്കാകർഷിച്ചെടുക്കാൻ കഴിയുന്നുവോ അതുപോലെ തന്നെ സാവധാനമായും ക്രമമായും മൂക്കുവഴി വായുവിനെ ഉള്ളിലേക്ക് ശ്വസിക്കുക. ഇതാണ് പൂരകം. എന്നിട്ട് ഉച്ഛ്വസിക്കുകയോ നിശ്വസിക്കുകയോ ചെയ്യാതെ
ശരീര അവയവങ്ങളെ ചലിപ്പിക്കാതെയും കഴിയുന്നത്ര സമയം നിശ്ചലമായിരിക്കുക. ഇതാണ് കുംഭകം. ഈ കുംഭകം ആന്തരകുംഭകമെന്നും ബാഹ്യകുംഭകമെന്നും രണ്ടു വിധമുണ്ട്. വാസിഷ്ഠത്തിൽ രണ്ടിനെയും നിർവചിച്ചിട്ടുണ്ട്. അപാനേ സ്തംഭിത പ്രാണ യാവന്നാഭ്യുദിതോ ഹൃദി താവത് സാ കുംഭകാവസ്ഥ യോഗിഭിർയാനുഭൂയതേ. നിശ്വസിക്കുന്നത്, അതായത് അകത്തേക്ക് വലിക്കുന്നത് അപാനനും ഉച്ഛ്വസിക്കുന്നത്, അതായത് പുറത്തേക്ക് വിടുന്നത് പ്രാണനുമാണ്. അപാനൻ ശരീരത്തിൽ എപ്പോഴും താഴോട്ടും പ്രാണൻ മുകളിലോട്ടും സഞ്ചരിക്കുന്നു. ഇതാണ് നിയമം. അപ്പോൾ അപാനനെ പുറത്തുനിന്നും ശ്വസിച്ചു തീരുകയും പ്രാണനെ പുറത്തേക്ക് ഉച്ഛ്വസിക്കാൻ ആരംഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആന്തരകുംഭകം. ആന്തരകുംഭകത്താൽ വായു ഉള്ളിൽ തിങ്ങി നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്നു. ബാഹ്യകുംഭകമോ ബഹിരസ്തംഗതേ പ്രാണേ യാവന്നാപാന ഉദ്ഗതഃ താവത് പൂർണ്ണസമാവസ്ഥാം ബഹിഷ്ഠം കുംഭകം വിദുഃ. പ്രാണൻ ഉച്ഛ്വസിച്ച്, അതായത് പുറത്തേക്ക് വിട്ട് അവസാനിച്ചു. എന്നാൽ അപാനൻ നിശ്വസിക്കാൻ, അതായത് ഉള്ളിലേക്കു കടക്കാൻ ആരംഭിച്ചിട്ടില്ല. പ്രാണന്റെ സമാവസ്ഥയിലുള്ള ഈ സ്ഥിതിയാണ് ബാഹ്യകുംഭകം. ഈ നിർവചനങ്ങളിൽ നിന്നും പൂരകത്തിനു ശേഷം ആന്തരകുംഭകവും രേചകത്തിനു ശേഷം ബാഹ്യകുംഭകവും എന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ. അതിനാൽ നിശ്വാസം, അതായത് ശ്വാസം പുറത്തേക്ക് വിടുന്നത് ആന്തരകുംഭകത്തിന് തടസ്സമാണ്. അതുപോലെ നിശ്വാസം, അതായത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നത് ബാഹ്യകുംഭകത്തിനും തടസ്സമാണ്. ശരീരാവയവങ്ങൾ ചലിപ്പിക്കുന്നത് രണ്ടിനും തടസ്സമത്രേ. ശരീരചലനം ഉച്ഛ്വാസ നിശ്വാസങ്ങളിലൊന്നിനെ അവശ്യം ഉണ്ടാക്കാതിരിക്കുകയില്ല. പതഞ്ജലിയും യോഗസൂത്രത്തിൽ പ്രാണായാമ പ്രകാരം വിവരിച്ചിട്ടുണ്ട്. തസ്മിൻ സതി നിശ്വാസോച്ഛ്വാസയോർഗതി വിച്ഛേദ പ്രാണായാമ എന്ന സൂത്രം കൊണ്ടാണ് പ്രാണായാമ പ്രകാരം വിവരിക്കുന്നത്. ആസനസ്ഥിരത കൈവരുന്നതോടെ പ്രാണായാമം ശീലിക്കാം. ശ്വാസോച്ഛ്വാസങ്ങളുടെ ഗതി തടയുകയാണ് പ്രാണായാമം. ഇവിടെ ഒരു സംശയം വരാം. കുംഭകത്തിൽ പ്രാണഗതി തടയപ്പെടുന്നു എന്നത് ശരി തന്നെ. എന്നാൽ രേചക പൂരകങ്ങളിൽ പ്രാണൻ പുറത്തേക്ക് പോകുമ്പോഴും ഉള്ളിലേക്കു കടക്കുമ്പോഴും പ്രാണഗതി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ നിർവചനം എങ്ങനെ ശരിപ്പെടും? ഈ സംശയം സാരമില്ല. അഭ്യാസമാത്ര കൂടി വരുന്തോറും രേചക പൂരകങ്ങളിലും പ്രാണന്റെ സ്വതസിദ്ധമായ സമഗതി വിച്ഛേദിക്കപ്പെടുന്നതാണ്. അഭ്യാസമാത്ര കൂടിക്കൊണ്ടുവരാനുള്ള ഉപായമാണ് അടുത്ത സൂത്രത്തിൽ വിവരിക്കുന്നത്. ബാഹ്യാഭ്യന്തര സ്തംഭവൃത്തിർ ദേശകാലസംഖ്യാഭിഃ പരിദൃഷ്ടോ ദീർഘഃ സൂക്ഷ്മഃ. പ്രാണന്റെ ബാഹ്യവൃത്തിയും ആഭ്യന്തരവൃത്തിയും സ്തംഭവൃത്തിയും ദേശകാലസംഖ്യകളെക്കൊണ്ട് ശ്രദ്ധയോടെ പരീക്ഷിച്ചു വളർത്തിയാൽ അത് ദീർഘവും സൂക്ഷ്മവുമായി ഭവിക്കും. രേചകമാണ് ബാഹ്യവൃത്തി. ഇവയിൽ ഓരോന്നും ദേശകാലസംഖ്യകളെക്കൊണ്ട് പരീക്ഷിച്ചു നോക്കേണ്ടതാണ്. സ്വതസിദ്ധമായ രേചകത്തിൽ പ്രാണൻ ഹൃദയത്തിൽ നിന്നും പുറത്തു വന്ന് മൂക്കിൻ്റെ അഗ്രത്തിനു മുമ്പിൽ 12 അങ്കുലം വരെ അകലത്തിൽ ചെന്ന് അവസാനിക്കുന്നു. അഭ്യാസം ശക്തിപ്പെട്ടാൽ ഹൃദയത്തിനടിയിൽ പൊക്കിളിനു താഴെ നിന്നു വരെ ശ്വാസം ഇളകി പുറത്തേക്ക് വരികയും മൂക്കിൻ്റെ അഗ്രത്തിനു മുമ്പിൽ പുറത്ത് 24-36 അങ്കുലം വരെ വ്യാപിച്ച് അടങ്ങുകയും ചെയ്യും. അഭ്യാസദാർഢ്യത്തിൽ പൊക്കിളിനടിയിൽ നിന്നു വരെ പ്രാണൻ നിർഗമിക്കാൻ തുടങ്ങുന്നത് അതാത് പ്രദേശങ്ങളുടെ ഇളക്കം കൊണ്ടറിയാൻ കഴിയും. പുറത്ത് എത്ര അങ്കുലം വരെ പ്രാണൻ നീളുന്നു എന്നറിയാൻ ഘനം കുറഞ്ഞ പഞ്ഞിയോ മറ്റോ കാട്ടി അതിൻ്റെ ചലനം കൊണ്ട് അറിയേണ്ടതാണ്. ഇതാണ് ദേശപരീക്ഷ.
പൂരകത്തിൽ പഞ്ഞിയുടെയോ മറ്റോ ചലനം കൊണ്ട് മൂക്കിൻ്റെ അറ്റത്തിന് മുമ്പിൽ എത്ര അകലെ നിന്നും വായു ഉള്ളിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നും അന്തർദേശങ്ങളുടെ ചലനം കൊണ്ട് ഉള്ളിൽ എത്ര ആഴത്തിൽ അതെത്തിച്ചേരുന്നുണ്ടെന്നും കണ്ടെത്താവുന്നതാണ്. സ്വതസിദ്ധമായ പൂരകത്തിൽ രേചകത്തിൽ എന്ന പോലെ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് 12 അംഗുലം അകലത്തിൽ നിന്നും ശ്വാസം ഉള്ളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഹൃദയത്തിൽ അവസാനിക്കുകയുമാണ് ചെയ്യുക. അഭ്യാസം ദൃഢപ്പെട്ടാൽ 24-36 അംഗുലം വരെ അകലത്തിൽ നിന്നും വായു ആകർഷിക്കപ്പെടുകയും നാഭിയുടെ അധോഭാഗം വരെ ചെന്ന് നിറയുകയും ചെയ്യുന്നതായി തെളിയും. രേചകത്തിലും പൂരകത്തിലും പ്രണവം എത്ര പ്രാവശ്യം ആവർത്തിക്കാൻ കഴിയുന്നു എന്ന് നോക്കി കാലപരീക്ഷ ചെയ്യേണ്ടതാണ്. ആരംഭത്തിൽ 20 പ്രാവശ്യം ആവർത്തിക്കാൻ കഴിയുമെങ്കിൽ അഭ്യാസം ശക്തിപ്പെടുന്നതോടെ 25-30 ആയി കൂടുന്നതാണ്. തുടർന്ന് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ മാസം പ്രതിദിനം 10 രേചകവും 10 പൂരകവും ചെയ്യാൻ കഴിഞ്ഞു. അടുത്ത മാസം 20, അതിനടുത്ത മാസം 30 എന്നിങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് സംഖ്യാപരീക്ഷ. കുംഭകത്തിൽ ദേശപരീക്ഷ സാധ്യമല്ലെങ്കിലും കാലസംഖ്യാ പരീക്ഷകൾ ആകാവുന്നതാണ്. ഓരോ കുംഭകവും എത്ര സമയം നീണ്ടു നിൽക്കുന്നു എന്ന് നോക്കി അറിഞ്ഞ് സമയം ദീർഘിപ്പിക്കാവുന്നതാണ് കാലപരീക്ഷ. പ്രതിദിനം എത്ര കുംഭകം അഭ്യസിക്കുന്നു എന്നെണ്ണി സംഖ്യ വർദ്ധിപ്പിക്കുന്നതാണ് സംഖ്യാപരീക്ഷ. കട്ടിപിടിച്ചിരിക്കുന്ന പഞ്ഞിക്കെട്ട് വിടർത്തി പരത്തിയാൽ നീളുന്നത് കൂടാതെ കട്ടി കുറയുന്നത് കൊണ്ട് സൂക്ഷ്മമായും ഭവിക്കുന്നു. രേചക പൂരക കുംഭക രൂപത്തിൽ പ്രാണായാമം അഭ്യസിക്കുന്നത് കൂടാതെ കേവല കുംഭക രൂപത്തിലുള്ള പ്രാണായാമ അഭ്യാസവും പതഞ്ജലി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാഹ്യാഭ്യന്തര വിഷയാനപേക്ഷീ ചതുർത്ഥഃ എന്നാണ് സൂത്രം. രേചകത്തെയോ പൂരകത്തെയോ ആശ്രയിക്കാതെ അഭ്യസിക്കുന്ന കേവല കുംഭകമാണ് പ്രാണായാമത്തിൻ്റെ 4ാമത്തെ വകഭേദം. കഴിയുന്നിടത്തോളം വായു മുഴുവൻ ഉച്ഛ്വസിച്ചു കളഞ്ഞിട്ട് അഭ്യസിക്കുന്ന കേവല കുംഭകം ബാഹ്യകുംഭകം. കഴിയുന്നിടത്തോളം വായു മുഴുവൻ ഉച്ഛ്വസിച്ചു കഴിഞ്ഞിട്ട് അഭ്യസിക്കുന്ന കേവല കുംഭകം അന്തഃകുംഭകം. ഇവിടെ രേചക പൂരകങ്ങളുടെ ദേശകാല സംഖ്യാ പരീക്ഷകളൊന്നും കൂടാതെ ദേശകാലാസംഖ്യാ പരീക്ഷകളൊന്നും നോക്കാതെ കുംഭകം അഭ്യസിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പ്രത്യേകതരം പ്രാണായാമമായി അംഗീകരിച്ചിരിക്കുന്നത്. ഉറക്കം, അലസത എന്നിങ്ങനെയുള്ള പ്രബല ദോഷങ്ങൾ കൊണ്ട് ക്ലേശിക്കുന്നവർ രേചകാദിത്രയ സഹിതമായ പ്രാണായാമം അഭ്യസിക്കേണ്ടതാണ്. ഇത്തരം ദോഷങ്ങളൊന്നുമില്ലാതെ ഏറെക്കുറെ മനസ്സിന് ഉറപ്പും ശുദ്ധിയും വന്നിട്ടുള്ളവർക്കാണ് കേവല കുംഭക അഭ്യാസം. പ്രാണായാമം കൊണ്ടുള്ള പ്രയോജനം എന്തെന്നും പതഞ്ജലി വ്യക്തമാക്കിയിട്ടുണ്ട്. തതഃ ക്ഷീയത്തെ പ്രകാശാവരണം. പ്രാണായാമാഭ്യാസം ദൃഢപ്പെട്ടാൽ പ്രകാശത്തിൻ്റെ മറ മാറിക്കിട്ടുന്നതാണ്. മനസ്സിൻ്റെ സത്വഗുണസ്ഥിതിയാണ് പ്രകാശം. നിദ്രാലസ്യാദി ദോഷങ്ങൾക്ക് കാരണമായ ഇരുട്ടിൻ്റെ രൂപത്തിലുള്ളതാണ് ആവരണം. ഈ ആവരണം മാറിയാൽ ഉള്ളിൽ പ്രകാശമയമായ സത്വം തെളിയുകയും ചെയ്യും. ആവരണം മാറി സത്വം തെളിഞ്ഞാലുള്ള പ്രയോജനവും വിശദമാക്കിയിട്ടുണ്ട്. ധാരണാസു ച യോഗ്യത മനസഃ. സത്വം തെളിയുന്നതോടെ മനസ്സിനെ ഏതെങ്കിലും പ്രത്യേക സ്ഥാനത്ത് ഒതുക്കി നിർത്തി ഏകാഗ്രപ്പെടുത്താനുള്ള കഴിവുണ്ടാകുന്നു. ആധാരസ്ഥാനങ്ങൾ നാഭീചക്രം, ഹൃദയമധ്യം, ഭ്രൂമധ്യം, ബ്രഹ്മരന്ധ്രം തുടങ്ങി ഏതെങ്കിലും പ്രത്യേക സ്ഥാനത്ത് മനസ്സിനെ ആകർഷിച്ചു നിർത്തി ഏകാഗ്രപ്പെടുത്തുന്നതാണ് ധാരണ. ദേശബന്ധശ്ചിത്തസ്യാധാരണ എന്നിങ്ങനെ പതഞ്ജലി തന്നെ ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്. ധാരണയെക്കുറിച്ച് അമൃതനാഥോപനിഷത്തും ഇങ്ങനെ പറയുന്നു: മനസ്സങ്കൽപ്പകം ധ്യാത്വാ സംക്ഷിപ്യാത്മനി ബുദ്ധിമാന് ധാരയിത്വാ തദാത്മാനം ധാരണ പരികീർത്തിത. ആത്മാവിനെ ധ്യാനിച്ച് സങ്കല്പാത്മകമായ മനസ്സിനെ ആ ആത്മാവിൽ നല്ല പോലെ ഏകാഗ്രപ്പെടുത്തി ഉറപ്പിക്കുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. രജോ ഗുണമാണ് മനസ്സിന് ചാഞ്ചല്യമുണ്ടാക്കുന്നത്. നിദ്ര, ആലസ്യം തുടങ്ങിയവ തമോ ഗുണ കാര്യങ്ങളാണ്. പ്രാണായാമാഭ്യാസം കൊണ്ട്
ഈ രജസ്സും തമസ്സും മാറിക്കിട്ടിയാൽ മനസ്സ് ധാരണയ്ക്ക് യോഗ്യമായിത്തീരുന്നു. പ്രാണായാമം മുടങ്ങാതെ അഭ്യസിച്ചും ഗുരു ഉപദേശിക്കുന്ന യുക്തികൾ പ്രയോഗിച്ചും മനസ്സിനെ ധാരണായോഗ്യമാക്കി തീർക്കണമെന്ന് വാസിഷ്ഠവും നിർദ്ദേശിക്കുന്നു. ശരീരത്തിൻ്റെ മേരുവായി സ്ഥിതി ചെയ്യുന്ന ശിരസിനെ യോഗിജനപ്രസിദ്ധമായ രീതിയിൽ ചലിപ്പിക്കുക, നാക്കിൻ്റെ അഗ്രം കൊണ്ട് അണ്ണാക്കിനെ ചുഴറ്റുക, വിസ്മരണ സഹായകവും ദോഷരഹിതവുമായ ഔഷധം സേവിക്കുക, ഇവയൊക്കെയാണ് യുക്തിശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ചിത്തത്തിൻ്റെ 5 അവസ്ഥകൾ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.